ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ നാടാണ് നമ്മുടേത്. വെള്ളാർമല സ്കൂളിന് വലിയ തകർന്ന വീട്ടിൽ അലമാരയിൽ അടുക്കി വെച്ചിരുന്ന നോട്ട്ബുക്കിൽ ഇങ്ങനെ കുറിച്ചു വെച്ചിട്ടുണ്ട്. വടിവത്ത അക്ഷരത്തിൽ എഴുതിയ നോട്ട്ബുക്കിൽ ചെളി വീണ് വല്ലാതെ നനഞ്ഞു കുതിർന്നു. അങ്ങനെ എത്ര കുട്ടികളുടെ സ്വപ്നങ്ങൾക്ക് മുകളിലാണ് മണ്ണും ചെളിയും കല്ലും വീണത് ആ ദുരന്ത ദിനത്തിൽ. അക്ഷയ MJ, ഗുരുവായൂരപ്പൻ കോളേജ്, കോഴിക്കോട്. കേരളദേശവും സംസ്കാരവും. കേരളം എന്ന ഭൂപ്രദേശം ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞതാണ്. ചതുരശ്ര കിലോമീറ്ററാണ് വിസ്തീർണം. സമുദ്രതീരം, സമതല പ്രദേശം, മലനാട് എന്നിങ്ങനെ ഭൂമിശാസ്ത്രപരമായി കേരളത്തെ മൂന്നായി തിരിക്കാം. സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടി മുതൽ 8000-ലധികം ഉയർന്നു കിടക്കുന്നവയാണ് കേരളത്തിലെ മലകൾ. കിഴക്കേ അതിർത്തിയിൽ സഹ്യപർവ്വത നിരകളുണ്ട്. അതൊരു കോട്ട പോലെ കേരളത്തെ സംരക്ഷിച്ചു നിർത്തുന്നു. പടിഞ്ഞാറ് അറബിക്കടലും. പടിഞ്ഞാറോട്ടൊഴുകുന്ന 41 നദികളും കിഴക്കോട്ടൊഴുകുന്ന 3 നദികളുമുണ്ട്. ഭാരതപ്പുഴ, പെരിയാർ, പമ്പ, ചാലിയാർ എന്നിവയാണ് കേരളത്തിലെ പ്രധാന നദികൾ. പരശുരാമൻ മഴുവെറിഞ്ഞപ്പോൾ സമുദ്രത്തിൽ നിന്ന് പൊന്തിവന്ന ഭൂപ്രദേശമാണ് കേരളമെന്നാണ് ഐതിഹ്യം. സഹ്യപർവ്വതത്തിനും അറബിക്കടലിനുമിടയിലെ ഭൂവിഭാഗം പണ്ടുതൊട്ടേ കേരളമെന്നും മലനാടെന്നും അറിയപ്പെട്ടു. ചേറധികം അളം സമം ചേരളം അഥവാ ചതുപ്പുനിലം എന്നാണ് ചിലർ വ്യാഖ്യാനിക്കുന്നത്. കേരളത്തിൽ വ്യത്യസ്ത ജാതിക്കാർ ഉണ്ടായതിന്റെ കഥ. പണ്ഡിതവര്യനായ വരരുച എന്ന ബ്രാഹ്മണന് ദേശാന്തരയാത്രയിൽ ഒരു പറയ സ്ത്രീയിലുണ്ടായ 12 മക്കളെ പലയിടങ്ങളിൽ ഉപേക്ഷിച്ചുവെന്നും ആ ഉപേക്ഷിച്ച കുട്ടികളെ ഓരോ ജാതിക്കാർ എടുത്തു വളർത്തിയെന്നും ഇങ്ങനെ എടുത്തു വളർത്തിയവർക്ക് ആ ജാതി പിന്നീടായെന്നും ഉപജീവനത്തിന്റെ അടിസ്ഥാനത്തിൽ ജാതി രൂപം കൊണ്ടുവെന്നുമാണ് പറയുന്നത്. അവരെല്ലാവരും ഒന്നിച്ച് ഈ മണ്ണിൽ അന്തി ഉറങ്ങുന്നു. അവിടെ ജാതിമത ഭേദമൊന്നുമില്ല. ഇത്തരത്തിൽ ഓരോ കല്ലുകൾ കുഴിമാടത്തിൽ വെച്ചിട്ടുണ്ട്. ആ കല്ലുകളിലാണ് അവരുടെ മേൽവിലാസമുള്ളത്. മലയാളം എന്നത് ഈ നാടിന്റെ പേരായിരുന്നുവെന്നും പിൽക്കാലത്ത് ഭാഷയുടെ പേരായതാണെന്നും ഊഹിക്കാം. ഭാഷാടിസ്ഥാനത്തിൽ ഐക്യ കേരളം പിറവികൊണ്ടു. അക്ഷയ MJ, ഗിരീഷ് നിവാസ്, വെള്ളാർമല PO, ശൂരമല, വയനാട്.
ഒരു ദുഃഖം ഉണ്ടായിരുന്നു വന്നപ്പോൾ. ഇതുവഴി പോയ കുറേ മനുഷ്യരോട് സംസാരിച്ചു. ഈ വീടുകൾ ഇവിടെ ആരെങ്കിലും ശേഷിക്കുന്നുണ്ടോ എന്ന്. അവർ പറഞ്ഞത് ഇവർ ഈ അപകടത്തിൻ്റെ അന്ന് രാവിലെ, അതായത് ദുരന്തത്തിൻ്റെ അന്ന് രാവിലെ ക്യാമ്പുകളിലേക്ക് മാറിയതും ഈ കുടുംബവുമുണ്ട്. അക്ഷയ MJയും അക്കൂട്ടത്തിലുണ്ട് എന്ന് പ്രത്യാശിക്കുന്നു. ചൂരൽമലയിൽ നിന്നും വിപിൻ വേളിക്കൊപ്പം അലക്സ് റാം മുഹമ്മദ്.